ഹരേ രാമ. ആദരണീയ ദാമോദരൻ മാസ്റ്റർ, സത്സംഗ സമിതിയുടെ സംഘാടകർ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറയണമെന്ന് തോന്നുന്നു. കാരണം എല്ലാവരെയും എനിക്കറിയാം. നാരായണ വക്കീൽ സർ, അങ്ങനെ എല്ലാവരെയും. ഞാനീ ബിനു പത്മം ബാംഗ്ലൂരിൽ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ വന്ന ആളൊന്നുമല്ല. ഞാനീ വടകര ജനിച്ച് വളർന്ന് ഇവിടെ പഠിച്ച് ഇവിടെ കളിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് എനിക്കിവിടെ ഇതിലുള്ള ഒട്ടുമിക്ക മുഖങ്ങളെ എനിക്ക് സുപരിചിതമാണ്. മാഷുടെയൊക്കെ ഒരുപാട് പ്രഭാഷണങ്ങളിൽ ഞാൻ മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. മാഷ് തുടക്കത്തിൽ പറഞ്ഞു, ബിനു പത്മത്തിനെ അറിയാവോ? ഇന്നയാളുടെ മോനാണ്, മൂന്നാർക്കാവിലാണ് പറഞ്ഞപ്പം എനിക്ക് ഓർമ്മ വന്ന രാമായണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിലൊരു സ്ഥിരമുള്ള ഒരു ടെക്നിക്കുണ്ട്. നമ്മൾ എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ അച്ഛനെയും അമ്മേനെയും പറയും. കൗസല്യ വിശ്വാമിത്ര മഹർഷി രാമനെ വിളിക്കുന്ന ഒരു രംഗമുണ്ട്. തലേന്ന് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി യാഗരക്ഷാവ്രതവുമായിട്ട് മുന്നോട്ട് പോകുന്ന രാമലക്ഷ്മണൻ്റെ കൂടെ വിശ്വാമിത്ര മഹർഷി രാത്രി താമസ നദിയുടെ തീരത്ത് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ വിശ്വാമിത്ര മഹർഷി വിളിക്കുന്നുണ്ട്. അത് മനോഹരമായിട്ട് വെങ്കടേശ സുപ്രഭാതമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു സങ്കല്പമാണ്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ത്രൈലോക്യം മംഗളം കുരു. കൗസല്യയുടെ മകനെ എഴുന്നേൽക്കൂ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മുടെ പരമ്പരയെ കൂട്ടിപ്പിടിക്കും. വായുപുത്ര, ആഞ്ജനേയപുത്ര എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാണല്ലോ പിന്നെ നമുക്ക് ആ പണി ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, ഇന്നയാളെ മോനാണ്, എനിക്കിത് കഴിയും എന്ന് പറഞ്ഞവരെ മാഷ് ഇപ്പോൾ തുടങ്ങിയത്. ഇന്നയാളുടെ മോനാണ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ മാഷ് അച്ഛനെ കൂട്ടി വിശേഷിപ്പിച്ചത് കൊണ്ട് പ്രണാമം മാഷെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി. ഇന്ന് ഇപ്പോൾ കർക്കിടകം 28ാമത്തെ ദിവസമായി. കർക്കിടക മാസം രാമായണ മാസമായിട്ട് ഇത് നമ്മുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. മണ്ഡലമാസം പോലെ, നവരാത്രി വ്രതം പോലെ, ശിവരാത്രി പോലെ, ഇങ്ങനെയുള്ള വ്രതങ്ങൾ പോലെ രാമായണ മാസം എന്നുള്ളത് നമ്മുടെ ഒരു ആചാരമായി മാറിക്കഴിഞ്ഞു. ഭാരതത്തിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ രാമായണ മാസവും വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഞാൻ ബാംഗ്ലൂരാണ് എൻ്റെ ജോലി. ബാംഗ്ലൂർ ഒരുപാട് മലയാളി സംഘടനകളുണ്ട്. എല്ലാ ഹിന്ദു മലയാളി സംഘടനകളും രാമായണ പാരായണം സ്ഥിരം നടത്താറുണ്ട്. അപ്പം ഞാനും രാമായണത്തിൻ്റെ പാരായണത്തിൻ്റെ ഭാഗമായി 2-3 പരിപാടികൾ എനിക്കും പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. ഒരുപാട് വർഷമായിട്ട് ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ബാംഗ്ലൂർ മാത്രമല്ല, ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തും രാമായണ പാരായണം നിരന്തരം നടന്നു. ഒരു സപര്യയായിട്ട് കർക്കിടക മാസത്തിൽ നമ്മൾ രാമകഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു വന്നത്, നിരന്തരം നമ്മൾ രാമായണം അല്ലെങ്കിൽ രാമായണ പാരായണം എന്നുള്ള ചടങ്ങ് നടക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അന്തസ്സത്ത രാമായണ പാരായണം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമാണ്, വിശിഷ്ടമാണ്, മഹത്വമുള്ളതാണ്. എന്നിരുന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു ചിന്ത എന്തായിരുന്നു എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലത്തെ പരിപാടികളിൽ എൻ്റെ മനസ്സിൽ എപ്പോഴും തോന്നുന്ന ഒരു ചിന്ത എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമായണം ഒരു ചടങ്ങായിട്ട് നമ്മൾ പാരായണം ഇങ്ങനെ നടന്നു പോകും. അതിൽ അടുത്ത ജനറേഷൻ എന്ന് പറയുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളെ നമുക്ക് ഒരു പരിധി വിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവരെ നമ്മൾ ഈ പരിപാടിയിലേക്കൊന്നും എത്തിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ നമ്മളിടത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരൊരു പുതിയ ജനറേഷനാണ്, അവരുടെ സ്റ്റൈല് വേറെയാണ്, നമ്മുടെ രീതിയല്ല. അവരിലേക്ക് എൻ്റെ വിഷയം രാമായണത്തിൻ്റെ ഇന്നത്തെ പ്രസക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. എന്തുകൊണ്ട് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ നമ്മളെ രാമായണത്തെയും രാമനെയും ഹനുമാനെയും ആരാധ്യ പുരുഷന്മാരായി കാണുന്നതിലേക്ക് നമ്മൾ അങ്ങനെ അവതരിപ്പിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ ഒരു കർക്കിടക മാസം. പറഞ്ഞു വന്നത്, നമ്മൾ കഥ പറയുമ്പോൾ, ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ മോളോട് കഥ പറയുമ്പോൾ, രാമായണത്തിലെ കഥ പറയുമ്പോൾ, മോൾ ചെറിയ കുട്ടിയായപ്പോൾ എന്നോട് ചോദിച്ചു, കുറേ രാമായണത്തിലെ കഥ ഇങ്ങനെ പറയുമ്പോൾ മോൾ എന്നോട് ചോദിച്ചു, അച്ഛാ സീതയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ.
ഇന്നത്തെ ജനറേഷനിലെ കുട്ടിയുടെ ചോദ്യമാണ്. സീതയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ലങ്കയിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഞാൻ ഇവിടെ ഉണ്ട്, പിന്നെ രാമൻ ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യം. ഞാൻ പറഞ്ഞു തന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് രാമനെ അവതരിപ്പിക്കാൻ, ഇന്നത്തെ കുട്ടികളിലേക്ക് രാമനെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള രീതികൾ തുടരണം. ഒപ്പം തന്നെ അടുത്ത ജനറേഷൻ, ഞാൻ കണ്ടതിൽ ശരിക്കും മലയാള സമൂഹത്തിൻ്റെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ മോശമായിട്ട് കണ്ടത്. കന്നഡിക സമൂഹത്തിൻ്റെ ഇടയിലും നോർത്ത് ഇന്ത്യയിലുള്ള നോർത്ത് ഇന്ത്യയിലുള്ള മുഴുവൻ സ്റ്റേറ്റിലും രാമൻ എന്നൊരു ഹീറോ ആണ്, ഹനുമാൻ എന്നൊരു ഹീറോ ആണ്. ഒരു ബോഡി ബിൽഡിംഗ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഹനുമാൻ അവരുടെ ഹീറോ ആണ്. ഹനുമാൻ എന്നും അവരുടെ ആദർശ പുരുഷനാണ്, രാമൻ എന്നും ആദർശ പുരുഷനാണ്. രാമായണത്തിനെ പൂർണ്ണമായിട്ട് നമ്മൾ എടുത്ത്, ചിദാനന്ദപുരി സ്വാമിജി എപ്പോഴും പറയുന്നുണ്ട്, ഒരു മഹാവൃക്ഷമായ രാമായണം, ഒരു വലിയ വൃക്ഷം, അതിന് 7 വലിയ കവറുകൾ, 7 കാണ്ഡങ്ങൾ, അതിൽ 64,000 ചെറിയ ചെറിയ ശിഖരങ്ങൾ. ആ 64,000 ശിഖരത്തിൽ വീണ്ടും 640 ശിഖരങ്ങൾ, അതിൽ വീണ്ടും 24,000 ചെറിയ കവറുകൾ, അതിൽ വീണ്ടും 30 വീതം അക്ഷരങ്ങൾ. അങ്ങനെയുള്ളൊരു മഹാവൃക്ഷമാണ് വാൽമീകി രാമായണം. ആ മഹാവൃക്ഷത്തെ കാച്ചി കുറുക്കിയെടുത്ത നമ്മൾ പറയുന്ന ഒറ്റ വാക്കാണ് ധർമ്മം ചര. ധർമ്മം ചര എന്ന് പറഞ്ഞങ്ങ് അവതരിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. എങ്ങനെയാണ് ഞാൻ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്? എന്താണ് ഈ ധർമ്മം എന്നുള്ള വാക്ക്? ധർമ്മം എന്നുള്ള വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ധർമ്മം, അതിനോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു വാക്കാണ് ധർമ്മസങ്കടം. ധർമ്മസങ്കടം എന്നുള്ള വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ധർമ്മസങ്കടം. എന്താണ് ധർമ്മം? എന്നെ സംബന്ധിച്ച് എന്താണ് ധർമ്മം? ഞാൻ പിതാവാണ്, പുത്രനാണ്, ഭർത്താവാണ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഭർത്തൃധർമ്മമുണ്ട്, പിതൃധർമ്മമുണ്ട്, പുത്രധർമ്മമുണ്ട്. അപ്പം എൻ്റെ വീട്ടില് ഞാൻ ഭർത്താവായിരിക്കണോ പുത്രനായിരിക്കണം? ഒരേ സമയം ഞാൻ ഭർത്താവുമാണ് പുത്രനുമാണ്. ഈ 2 ധർമ്മവും ഞാൻ ഒരേ സമയം വീട്ടിൽ അനുഷ്ഠിക്കേണ്ടതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയായിട്ട് ചെറിയൊരു പ്രശ്നം, അമ്മായിയമ്മ പോരെന്ന് കൂട്ടിക്കോളും. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും ഭാര്യയായിട്ട് ചെറിയ പ്രശ്നം. ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ധർമ്മം എന്താണ്? ഞാൻ പുത്രധർമ്മം അനുഷ്ഠിക്കണോ ഭർത്തൃധർമ്മം അനുഷ്ഠിക്കണോ? ഇതാണ് വാൽമീകി രാമായണത്തിൽ പറയുന്ന ധർമ്മം, മുഖ്യധർമ്മം, ഗൗണധർമ്മം എന്നുള്ള കാര്യം. യുക്തിസഹമായി നമുക്ക് എൻ്റെ മുഖ്യധർമ്മം ഏത് എന്ന് വിഷയത്തിനനുസരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അതാണ് അയാളുടെ ധർമ്മം. എൻ്റെ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കുക. എൻ്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏതാണ് ധർമ്മം, ഏതാണ് യുക്തി? എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് കാണുന്ന എൻ്റെ കൂടെയുള്ള എന്നെ വളർത്തിയ എൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന പുത്രധർമ്മം അനുഷ്ഠിക്കണോ? കല്യാണം കഴിച്ച് എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭാര്യയുടെ കൂടെയുള്ള ഭർത്തൃധർമ്മം അനുഷ്ഠിക്കണോ എന്നുള്ള ആ ഫൈറ്റ് ഉണ്ടല്ലോ, ധർമ്മസങ്കടം. ഇതൊക്കെ നമ്മുടെ ഭാരത സംസ്കാരത്തിൽ മാത്രമുള്ള വാക്കാണ്, ധർമ്മസങ്കടം. ധർമ്മം രാമായണത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ധർമ്മം ധർമ്മം ധർമ്മം. പല തരത്തിലുള്ള ധർമ്മമാണ് രാമൻ അവതരിപ്പിക്കുന്നത്. അതിലൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സുഹൃത് ധർമ്മങ്ങളൊക്കെ നമുക്ക് കാണാം. നേരത്തെ മാഷ് ബാലി വധത്തിനെ പറ്റി പറഞ്ഞു. വാലിക്ക് അമ്പേറ്റ് വാലി നിലത്ത് വീണപ്പോൾ രാമനോട് വാലി ചോദിക്കുന്നുണ്ട്, രാമ, നിന്നെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നീ സുഗ്രീവന്റെ കൂടെ ഉണ്ടെന്ന് എൻ്റെ ചാരന്മാർ, എൻ്റെ ദൂതന്മാർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാൻ അത് കാര്യമായി ഗൗനിക്കാണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ നീ ധർമ്മത്തിൻ്റെ പ്രതീകമാണെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ്. നീ ഇങ്ങനെ പിന്നിൽ നിന്ന് വെടിവെക്കും അമ്പ ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം നീ ദശരഥ പുത്രനായിരുന്നു. നീ ഒരിക്കലും ഈ അധർമ്മം ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് ബാലി പറയുന്നുണ്ട്. ഇപ്പം രാമൻ പറയണ മറുപടി ഉണ്ട്. ബാലി ഒപ്പം പറയുന്നുണ്ട്, നീ എന്നെ പിന്നിൽ നിന്ന് അമ്പ ചെയ്ത ഈ വിഷയമുണ്ടല്ലോ, നീ എല്ലാ കാലത്തും പഴി കേൾക്കാനുള്ള ഒരു വിഷയമാണിത് ബാലി പറയുന്നത്. അത് ഇന്നും നമ്മൾ രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ ആൾക്കാരൊക്കെ ആദ്യം ചോദിക്കുന്നത് ബാലിയെ പിന്നിൽ നിന്ന് കൊന്ന ശ്രീരാമനോ വിഗ്രഹമാണ്, ധർമ്മത്തിൻ്റെ വിഗ്രഹം. അപ്പം രാമൻ പറയുന്നൊരു മറുപടി ഉണ്ട്, ബാലി, നീ സുഗ്രീവനേക്കാൾ കരുത്തനാണെന്ന് എനിക്ക് അസലായിട്ട് അറിയാം. എൻ്റെ കാര്യം സാധിക്കണമെങ്കിൽ നിന്റെ കൂടെ നിന്നാൽ മതിയായിരുന്നു. എനിക്കറിയാം നീ ഒരു ദിവസം കൊണ്ട് സീതയെ പിടിച്ചോണ്ട് തരും. സുഗ്രീവൻ അതാവില്ല എന്ന് എനിക്കറിയാം.
എന്നിട്ടും ഞാൻ സുഗ്രീവന്റെ കൂടെ നിന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീ അധർമ്മിയാണ് എന്ന് എനിക്കറിയാം. നീ ചെയ്ത കാട്ടിക്കൂട്ടലുകൾ മുഴുവൻ എനിക്കറിയാം. മാത്രമല്ല, ഞാൻ സുഗ്രീവനുമായിട്ട് ഓൾറെഡി സഖ്യമായി കഴിഞ്ഞു. സുഗ്രീവൻ എൻ്റെ സുഹൃത്താണ്. ഒരു സുഹൃത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് സുഹൃത്ത് ധർമ്മമാണ്. അത് മാത്രമോ, എല്ലാ കാലത്തും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ധർമ്മം. അദ്ദേഹം ഒപ്പം കാണിക്കുന്നുണ്ട്, സുഗ്രീവനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ശ്രീരാമൻ, നോക്കൂ അവൻ കരയാണ്. ബാലി നിലത്ത് വീണത് കണ്ടിട്ട് സുഗ്രീവൻ കരയാണ്. നീ മരിക്കാൻ കിടക്കുന്നിടത്ത് പോലും നീ അഹങ്കാരമാണ് പറയുന്നത്. ഇത് മാത്രം മതി നിന്റെയും സുഗ്രീവനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ. ഒപ്പം പറയുന്നുണ്ട് സുഗ്രീവൻ ധർമ്മിയാണ്, സുഗ്രീവൻ ഒറ്റയ്ക്കാണ്. ധർമ്മിയെ ഒറ്റയ്ക്ക് നിർത്താൻ മറ്റൊരു ധർമ്മി ഒരിക്കലും തയ്യാറാകരുത്. ധർമ്മിയെ, ഒരു ധർമ്മമനുഷ്ഠിക്കുന്നവനെ ഒറ്റയ്ക്ക് നിർത്താൻ ധർമ്മമനുഷ്ഠിക്കുന്ന മറ്റൊരുവൻ അനുവദിക്കരുത്. ഒപ്പം കൂടെ നിൽക്കുക. അവൻ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവൻ്റെ കൂടെ നിൽക്കുക. വിജയവും പരാജയവും സെക്കൻഡ്. സുഹൃത് ധർമ്മം എന്താണെന്ന് ബാലിവധത്തിൻ്റെ കഥയിലൂടെ രാമൻ മനോഹരമായി കാണിച്ചു തരുന്നു. ഇനി സഹോദരധർമ്മം, രാമ ലക്ഷ്മണന്മാരുടെ കഥ. ലക്ഷ്മണനും ഭരതനും തമ്മിൽ മത്സരിക്കുകയാണ് ആരാ ഏറ്റവും ധർമ്മിഷ്ഠനായ സഹോദരനെന്ന്. അവർ തമ്മിലുള്ള സ്നേഹബന്ധം നേരത്തെ നമ്മൾ പറഞ്ഞു. വാൽമീകി മഹർഷി യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രീരാമ ലക്ഷ്മണന്മാരെ കൊണ്ടുപോകുമ്പോണ്ടായ കഥ തുടക്കത്തിൽ പറഞ്ഞു. ആ സമയത്ത് രാമനും ഗുരു, അതായത് വാൽമീകി മഹർഷി ഇങ്ങനെ മുന്നിൽ നടക്കുക, പിന്നിൽ രാമനും ലക്ഷ്മണനും പിന്നിൽ, വിശ്വാമിത്ര മഹർഷി മുന്നിൽ നടക്കുക, രാമലക്ഷ്മണന്മാർ പിന്നിലും നടക്കുക. അപ്പൊ രാമൻ ഇങ്ങനെ ലക്ഷ്മണൻ നോക്കി പറയുന്നുണ്ട്, എങ്ങനെയുണ്ടോ നമ്മളെ സ്കൂളൊക്കെ ഉള്ള ഒരവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. ഹെഡ് മാഷ് മുന്നിലെടുക്കുക, നമ്മൾ പിള്ളേർ പിന്നിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ. മാഷ അന്ന് തമാശയാക്കി, മാഷ അങ്ങനെ തമാശയാക്കലില്ല അവിടെ. എന്നാലും അവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ഉണ്ട്. രാമലക്ഷ്മണന്മാർ. ലക്ഷ്മണ ക്ഷീണമുണ്ടോ? നമുക്കിതൊന്നും ശീലമില്ലല്ലോ അല്ലേ. നമ്മളൊരു കാട്ടിൽ ഇങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. നമ്മളേറ്റവും റോയലായിട്ട് രാജകീയമായ രാജകൊട്ടാരത്തിൽ ജീവിച്ച നമ്മളല്ലേ. അവർ തമ്മിലുള്ള ആ ബന്ധം, രാമലക്ഷ്മണന്മാർ തമ്മിലുള്ള ഒരു ബന്ധം. കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ഒരു നന്നായിട്ട് പാടുന്ന അദ്ദേഹം രാമായണ പ്രഭാഷണം നടത്തുക. അദ്ദേഹം ഭരതം സിനിമയുടെ ഒരു കഥ പറയുന്നുണ്ട്. സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഭരതം. രാമകഥ ഗാനലയം മംഗളമൻ തമ്പുരുവിൻ എന്നുള്ള ആ പാട്ടുള്ള ആ മനോഹരമായൊരു സിനിമ. മോഹൻലാലിന് ഭരത അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ്. ചെറുപ്പകാലത്ത് ഞാനത് കണ്ട് മോഹൻലാലിൻ്റെ സങ്കടമൊക്കെ കണ്ട് നമ്മളിങ്ങ് പോന്നു. പിന്നെ ആ മനസ്സിലാലോചിക്കുന്ന ആ ഭരതം എന്നുള്ള സിനിമ മുഴുവൻ ഭരതനും രാമനും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കാണിക്കുകയാണ്. ഏട്ടൻ മരിക്കുന്നു. അനിയനായ മോഹൻലാലിന് ഏട്ടൻ്റെ അസാന്നിധ്യത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സിനിമയുടെ പേരും ഭരതം. പിന്നെയാണ് എനിക്ക് രാമായണത്തിൻ്റെ ഒരു പ്രസക്തി. അവർക്ക് അതൊക്കെ തിരക്കഥയൊക്കെ എഴുതിയ മഹാത്മാക്കൾക്കൊക്കെ രാമായണമൊക്കെ കലക്കി കുറുക്കി അതൊരു മനോഹരമായൊരു സൃഷ്ടിയാക്കി മാറ്റിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിലെ രാമായണത്തിൻ്റെ പ്രസക്തി ഏറ്റവും മനോഹരമായി കാണിച്ചു തരുന്ന സിനിമകളൊന്നാണ്. അങ്ങനെ ഓരോ ധർമ്മവും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും രാമായണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നും. എനിക്കറിയില്ല ഞാൻ എങ്ങനെയാണ് രാമായണം പഠിച്ചതെന്ന്. രാമായണം കഥ കേട്ടത് ശ്രീരാമനെയും ലക്ഷ്മണനെയും ഒക്കെ എന്നെ പരിചയപ്പെടുത്തി ആരാന്ന് എനിക്കറിയില്ല. കാരണം അത് ഈ നാടിൻ്റെ എന്താ പറയുക, ഓരോ ശ്വാസത്തിലുണ്ടെന്ന് തോന്നുന്നു. ശരിയാണ്, വീട്ടിൽ സ്ഥിരമായിട്ട് രാമായണം വായിക്കുമായിരുന്നു. അച്ഛൻ പിടിച്ചിരുത്തുമായിരുന്നു രാമായണം വായിക്കാൻ. ഭയങ്കര ബോറിംഗ് ആയിരുന്നു, മടുക്കുമായിരുന്നു. അച്ഛനിങ്ങനെ രാമായണം വായിക്കും, ഇടയ്ക്ക് കഥ പറയും. പക്ഷെ ഞങ്ങളൊക്കെ അടുത്തിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ രാമായണം വായിക്കുമ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് ചില ചിത്രങ്ങൾ വരും. ആ ചിത്രം കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് നമ്മുടെ അച്ഛനമ്മമാരൊക്കെ നമ്മളിലേക്ക് തന്നത് അങ്ങനെ ഇരുത്തി പഠിപ്പിക്കുകയൊന്നായിരുന്നില്ല. നമ്മളറിയാതെ നമ്മളിലേക്ക് രാമായണവും രാമനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാൻജിയും ഒക്കെ ഇങ്ങനെ കടന്നു വരികയാണ്. പറഞ്ഞു വന്നത് രാമായണവും രാമനും നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മളറിയാതെ നമ്മളിൽ തന്നെയുള്ള ഒരു അംശമാണ് രാമൻ എന്ന് പറഞ്ഞാൽ രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മത്തിനൊരു വിഗ്രഹം ഉണ്ടാക്കിയാൽ അത് രാമനാണെന്ന് ആദ്യം പറയുന്നു മാരീചൻ. വാൽമീകി രാമായണത്തിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് ആദ്യം പറയുന്നത് മാരീചനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരീചൻ
താടകാവധത്തിലെ കഥ നമുക്കറിയാം. അതിൽ സുബാഹുവിനെയും മാരീചനെയും രാമൻ അമ്പെയ്യുന്നു, സുബാഹു കൊല്ലപ്പെടുന്നു. മാരീചനെ 100 യോജന ദൂരേക്ക് എടുത്ത് എറിയാണ് ചെയ്യുന്നത് രാമൻ. ആ മാരീചൻ പിന്നെ നേരെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്നില്ല. അദ്ദേഹം നേരെ ഒരു ആശ്രമത്തിലേക്ക് പോയിട്ട് അവിടെ ആശ്രമത്തിൽ തപസ്സനുഷ്ഠിച്ച് ജീവിക്കുക. ഇനിയുള്ള ജന്മം മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ളത്. ധാർമ്മികമായ ആധ്യാത്മിക കാര്യങ്ങളിൽ മുഴുകി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാവണൻ പോകുന്നത്. രാവണൻ മാരീചനെ പുകഴ്ത്തിയൊക്കെ പറയുമ്പോഴാണ് മാരീചൻ മറുപടി പറയുന്നത്, രാമോ വിഗ്രഹവാൻ ധർമ്മ. നമ്മൾ ഈ വാക്ക് പറയുമ്പോൾ നമ്മളോട് അടുത്ത നാട്ടുകാരൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യമുണ്ട്, സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമനാണോ വിഗ്രഹം, അധർമ്മത്തിൻ്റെ വിഗ്രഹമെന്ന്? സീതാദേവിയെ കാട്ടിൽ ഉപേക്ഷിച്ച രാമൻ വളരെ വളരെ രാജകീയ ഭാഷയിൽ ഒരു രാജാവിൻ്റെ ആജ്ഞയോടുകൂടി സഹോദരന്മാരോട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അപവാദങ്ങൾ കേൾക്കുന്നു സീതാദേവിയെക്കുറിച്ച്. ഇനി ഇത് തുടരാനാവില്ല, സീതയെ പരിത്യജിച്ചേ പറ്റൂ, സീതയെ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ, എന്നോട് ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ചുള്ള. അങ്ങനെ സീതയെ കൊണ്ട് ലക്ഷ്മണൻ മുന്നോട്ട് പോകുമ്പോൾ രാമൻ എന്ന ഭർത്താവ് പൊട്ടി പൊട്ടി കരയുന്ന ഒരു രംഗമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ രാജധർമ്മവും ഭർത്തൃധർമ്മവും തമ്മിലുള്ള സങ്കലനം, മുഖ്യവും ഗൗണവും തമ്മിലുള്ള ധർമ്മം തമ്മിലുള്ള യുദ്ധം, ധർമ്മസങ്കടം നടക്കുമ്പോഴുള്ള അവസ്ഥ ഇന്നത്തെ കാലത്താണെന്ന് വിചാരിക്കുക. രാജ്ഞി എന്നുള്ളത് ഒരു രാജവംശത്തെ സംബന്ധിച്ച്, ഒരു രാജധാനിയെ സംബന്ധിച്ച് രാജ്ഞി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. ഇന്നത്തെ കാലത്താണെന്ന് വിചാരിക്കുക. ഇപ്പം നരേന്ദ്രമോദി അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, ശരി, ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഒരു ആരോപണം വരുന്നു, മോശമായിട്ട് എന്തെങ്കിലും ആരോപണം, അഴിമതി ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു വിഷയം. നമ്മൾ എന്താ ചെയ്യുക? അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കണം. അതുതന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു, അതുതന്നെയാണ് രാജപത്നിയെ ഒഴിവാക്കുന്നതിലൂടെ രാമന് ചെയ്യേണ്ടത്. ഒന്നില്ലെങ്കിൽ രാമൻ സീതാദേവി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ രാമൻ രാജപദവി ഉപേക്ഷിക്കണം. രാജപദവി ഉപേക്ഷിക്കുക എന്നുള്ളത് ധർമ്മത്തിനെ സംബന്ധിച്ച് ധർമ്മവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ രാജാവ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അരാജകത്വം ഉണ്ടാകുന്നൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടി രാജപത്നി എന്നുള്ള പദവിയിൽ നിന്നും ആരോപണ വിധേയനായ ആളെ മാറ്റി നിർത്തേണ്ടി വരികയാണ്. എന്നിട്ടും രാമൻ ഗർഭിണിയാണെന്നറിയാം, പൂർണ്ണ ഗർഭാവസ്ഥയിലാണെന്നറിയാം. എന്നിട്ടും രാമൻ സീതാദേവിയെ ലക്ഷ്മണനോട് പറയുന്നത് വാൽമീകി ആശ്രമത്തിലേക്ക് കൊണ്ടാക്കാനാണ്, എവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയിലല്ല. കാരണം ഗർഭസംസ്കാരം പൂർണ്ണമായ വാൽമീകിയിൽ നിന്ന് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ഉണ്ടെന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറയുന്നു. രാമായണം തുടങ്ങുന്നത് തന്നെ വാൽമീകി മഹർഷി കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു വേടൻ കാണും. നമുക്കറിയുന്ന ഒരുപാട് ഈ സദസ്സിൽ ഒരുപാട് കേട്ട കഥകൾ. വേടൻ ക്രൗഞ്ചപ്പക്ഷികളെ അമ്പെയ്യുന്നു, അതിലൊന്ന് വീഴുന്നു, അത് ചത്ത് മറ്റേ പക്ഷി കരയുമ്പോഴാണ് വാൽമീകിക്ക് സങ്കടം വരുന്നത്. ഈ വാൽമീകി ആരാ? രത്നാകരൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മനുഷ്യന്മാർ ഇതുപോലെ കൊന്നിട്ടുണ്ടാവാൻ ചിലപ്പോൾ മുമ്പേ. പക്ഷെ അദ്ദേഹം ആ തലത്തിൽ നിന്ന് മാറി ഒരു ഋഷിയായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ചെറിയ പക്ഷിയുടെ വിഷമം പോലും വലിയ വിഷമമായിട്ട് തോന്നുന്നു. ഈ കഥ ആരോടാ നമ്മൾ പറയണേ? ദിവസവും ചിക്കൻ ഷോപ്പ് പോയി ചിക്കൻ വാങ്ങുന്ന നമ്മളോട് പറയുകയാണ് ക്രൗഞ്ചപ്പക്ഷി കരയെന്ന് വീഴുന്ന കണ്ടിട്ട് കരച്ചിൽ. ഒരു കല്യാണം നടക്കുമ്പോൾ 200-ഉം 300-ഉം കോഴിയെ കൊല്ലം നമുക്ക് ഒരു ക്രൗഞ്ചപ്പക്ഷി മരിക്കുന്നുണ്ട്, എന്ത് സങ്കടം ഉണ്ടാകും. നമ്മുടെ അവസ്ഥ ഇതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഗോപാലകൃഷ്ണൻ, ഒരു തമാശയോട് പറയാം. ഗോപാലകൃഷ്ണനെ കാണാൻ നമ്മൾ 6-7 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കും ഗുരുവായൂർ അമ്പലത്തിലും അങ്ങനെയുള്ള വിശേഷ ക്ഷേത്രങ്ങളിലൊക്കെ. ഗോപാലകൃഷ്ണനെ കാണാൻ 6-7 മണിക്കൂർ ക്യൂ നിന്ന് പുറത്തിറങ്ങി വന്ന് ഗോമാംസം തിന്നും. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ആചരണങ്ങളിൽ നിന്നും നമ്മുടെ ധർമ്മം ഒരുപാട് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലാവണം എന്തിനാണ് നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുന്നത് എന്നുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ് രാമായണം എന്ന വാൽമീകി രാമായണം എന്ന അവസ്ഥ. എന്തുകൊണ്ട് വാൽമീകി രാമായണം എന്ന് പറയുമ്പോൾ അധ്യാത്മ രാമായണത്തിൽ നിന്നും വാൽമീകി രാമായണത്തിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുന്നത്, അധ്യാത്മ രാമായണത്തിൽ ഭക്തി പരമാണെങ്കിൽ, ഭക്തിയുക്തമാണ് എങ്കിൽ വാൽമീകി രാമായണത്തിൽ അത് യുക്തിസഹമാണ്. അതിലൊരിക്കലും രാമൻ ഈശ്വരനായിട്ടുള്ള ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവരുന്നേ ഇല്ല. രാമൻ അതിലൊരു സാധാരണ മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യൻ
സങ്കടങ്ങൾ കാണുമ്പോൾ കരയുന്ന, സന്തോഷം കാണുമ്പോൾ ചിരിക്കുന്ന, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്ന, ചിലപ്പോഴൊക്കെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ കുശുമ്പ് പോലെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു സാധാരണ മനുഷ്യനായ രാമനെയാണ് വാൽമീകി മഹർഷി അവതരിപ്പിക്കുന്നത്. ആധ്യാത്മിക രാമായണത്തിൽ വേദവ്യാസൻ അവതരിപ്പിക്കുന്നത് ഒരു ദൈവികമായ തലത്തിലാണ്. ഇത് രണ്ടും കൂടെ സങ്കലനം ഉണ്ടാവുമ്പോഴാണ് രാമൻ എന്ന ഒരു പൂർണ്ണത നമുക്ക് മനസ്സിലാവുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ അയോധ്യയിൽ 2-3 വർഷം മുമ്പ് അയോധ്യയിൽ പോയപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ കോദണ്ഡരാമന്, കുഞ്ഞിരാമനെ, വില്ലേജ് നിൽക്കുന്ന രാമനെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് ഭക്തിയല്ല, ഒരുതരം എന്താ പറയുക, ഒരു ഗൂസ് ബംസ് ആണ് ഉണ്ടായത്, രോമാഞ്ചായിരുന്നു, കോൾമേറുണ്ട്. ഇത്ര വർഷമായി 500 വർഷമായിട്ടില്ലാത്ത ശ്രീരാമചന്ദ്രൻ അവിടെ ഉണ്ടായിരിക്കുന്നു. മാഷ് നേരത്തെ പറഞ്ഞു, ഓരോരുത്തർക്കും രാമൻ വ്യത്യാസമാണ്. എൻ്റെ രാമനല്ല നിങ്ങളുടെ രാമൻ, നിങ്ങളുടെ രാമനല്ല മറ്റുള്ളവരുടെ രാമൻ. നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. നമ്മുടെ ജീവിത രീതിയിൽ രാമൻ ഉണ്ടാവണം. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണെങ്കിൽ പോലും രാമൻ നമുക്ക് അവതരിപ്പിച്ച ധർമ്മം ഒന്നാണ്. അത് മനസ്സിലാക്കി തരാനാണ് രാമായണം എന്ന ഈ വാൽമീകി രാമായണം എല്ലാ കാലത്തും ഉണ്ട്. വാൽമീകിയോട് ബ്രഹ്മാവ് തന്നെ പറയുന്നുണ്ട്, നീ സൃഷ്ടിക്കപ്പെടുന്ന രാമായണം ഇവിടെ മലകളും പർവ്വതങ്ങളും പുഴകളൊക്കെ ഉള്ള കാലത്തോളം ഉണ്ടാവുമെന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. അത്ര വിശേഷമായിട്ടാണ് ഈ രാമായണം നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ രാമൻ വാൽമീകി രാമായണത്തെ തുടക്കം മുതൽ അവസാനം വരെ സങ്കടമാണ്. രാമനൊരു സങ്കടം, എന്നും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മാത്രമുള്ളതാണ് രാമൻ. അത് പറയണത് മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്. യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിക്കും, മഹർഷേ, ലോകത്തിൽ തന്നെപ്പോലെ ഇത്രയും സങ്കടം ഉണ്ടായിട്ടുള്ള വേറൊരാളുണ്ടോ എന്ന് യുധിഷ്ഠിരൻ മാർക്കണ്ഡേയ മഹർഷിയോട് ചോദിക്കുമ്പോൾ മാർക്കണ്ഡേയ മഹർഷി പറയും, നിന്നതൊക്കെ സങ്കടമാണോ? നീ രാമനെ കേട്ടിട്ടുണ്ടോ? ദശരഥപുത്രൻ രാമൻ, അവൻ്റെതാണ് സങ്കടം എന്ന് പറഞ്ഞിട്ട് രാമചരിതം മുഴുവൻ വനപർവ്വത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. മാർക്കണ്ഡേയ മഹർഷി രാമചരിതം പൂർണ്ണമായിട്ട് പറയേണ്ട അവിടെ. അങ്ങനെ എന്നും സങ്കടം മാത്രമുള്ളൊരു ഗ്രന്ഥമാണ് രാമായണം. വാൽമീകി രാമായണത്തിലെ ഓൾമോസ്റ്റ് ശ്ലോകങ്ങൾ മുഴുവൻ, വളരെ കുറഞ്ഞൊരു ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി മുഴുവൻ സങ്കടങ്ങൾ മാത്രം, കഷ്ടതകൾ മാത്രമുള്ളതാണ്. അങ്ങനെ കഷ്ടതകൾ മാത്രമുള്ള ഒരു ഗ്രന്ഥത്തിന് ഇത്ര സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്നുവെങ്കിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടുത്തെ ഒരു സാധാരണക്കാരന് പോലും കഴിയുന്നുവെങ്കിൽ അതിൻ്റെ പവിത്രത ഒന്ന് ആലോചിച്ചു. രാമായണം ഇല്ലായിരുന്നുവെങ്കിൽ, രാമനില്ലായിരുന്നുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ നാടിൻ്റെ അവസ്ഥ. രാമനും കൃഷ്ണനും ഇല്ലയെന്ന് വിചാരിക്കുക ഈ ലോകത്ത്. അങ്ങനെ ഒരു സൃഷ്ടി ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക. എന്തായിരിക്കുമായിരുന്നു? ഇവിടുത്തെ സംഗീതം ഉണ്ടാവുമായിരുന്നു, സാഹിത്യം ഉണ്ടാവുമായിരുന്നു, സിനിമ ഉണ്ടാവുമായിരുന്നു, നാടകം ഉണ്ടാവുമായിരുന്നു. അത്ര സ്വാധീനം ഈ ഓരോ ശ്വാസത്തിലും ശ്രീരാമനിലുണ്ട്. അത്ര സ്വാധീനം വാൽമീകി രാമായണത്തിലൂടെ, വാൽമീകി രാമനിലൂടെ വേദത്തെ നമുക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ഇതാണ് രാമായണത്തിൻ്റെ എന്നുമുള്ള പ്രസക്തി. അത് രാമായണത്തെക്കുറിച്ച് പറയുക തന്നെ കാമാർത്ഥ ഗുണസംയുക്തം. നമ്മൾ നിത്യം രാമായണ പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ കാമാർത്ഥങ്ങളൊക്കെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുമെന്ന്. ധർമാർത്ഥ ഗുണവിസ്തരം, ധർമ്മത്തിൻ്റെ നിറഞ്ഞു നിൽക്കുകയാണ്, വിസ്തരിച്ച് പറയുകയാണ് വാൽമീകി രാമായണത്തിൽ നിന്ന് വാൽമീകി മഹർഷി എന്ന് പറയുന്നു. കാമാർത്ഥ ഗുണസംയുക്തം, ധർമാർത്ഥ ഗുണവിസ്തരം. ഒപ്പം രാമായണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ വാൽമീകി മഹർഷി തന്നെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. നിത്യം പാരായണം ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഓരോ വ്യക്തിയിലും നമ്മൾ കാണുന്ന ധർമ്മങ്ങൾ. ഹനുമാനെക്കുറിച്ച് രാമൻ പറയുന്നുണ്ട്, ഹനുമാൻ എന്ന ദൂതനെക്കുറിച്ച്. ഹനുമാനെ, നീ എത്ര മനോഹരമായിട്ടാണ് നീ സംസാരിക്കുന്നത്. ഹനുമാനെ പോലെ നല്ല ഭാഷയിൽ സംസാരിക്കാൻ കഴിവുള്ളവർ, നല്ല ഭാഷയിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിന് ആൾക്കാർ ഉദാഹരണം പറയാം, മഹാത്മാക്കൾ ഉദാഹരണം പറയാം ഹനുമാനെ കൊണ്ടാണ്. ഹനുമാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം എന്നാണ്. ഹനുമാൻ ദൂതനായിട്ട് വന്നിട്ട് സംസാരിക്കുമ്പോൾ രാമൻ പറയുന്നുണ്ട്, നിന്നെപ്പോലെ ദൂതൻ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ സ്ഥലത്തും ആ രാജാവ് വിജയിക്കുന്നു. രാജാവിന് നിന്നെപ്പോലെ ഒരു നല്ല ദൂതൻ ഉണ്ടായിരുന്നുവെങ്കിൽ രാജാവ് ഒരിടത്തും കഷ്ടപ്പെടേണ്ടി വരില്ല എന്ന് ഹനുമാനെ വിശേഷിപ്പിക്കുന്നു, ആഞ്ജനേയ പുത്രനെ വിശേഷിപ്പിക്കുന്നു. ഓരോ രംഗത്തും ഓരോ വ്യക്തിയും
രാമായണത്തിൽ ഒരു കഥാപാത്രം കൂടിയുണ്ട് നമ്മളധികം അങ്ങനെ ചർച്ച ചെയ്യാത്ത. ശ്രീരാമന്റെ സന്നിധിയിൽ, ദശരഥ സന്നിധിയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ജാബിലി. ജാബിലി ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ശരിയായ യുക്തി അദ്ദേഹം ഭരതൻ വന്നപ്പോൾ, ഭരതൻ ശ്രീരാമനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാൻ കാട്ടിൽ വന്നപ്പോൾ ജാബിലി പറയുന്നുണ്ട് രാമനോട്, രാമ നീ എന്താ ഈ പിതൃകർമ്മമൊക്കെ ചെയ്യുന്നത്? എന്ത് പിതൃകർമ്മം? ഇത് ആർക്ക് വേണ്ടി ചെയ്യുന്നത്? അദ്ദേഹം മരിച്ചു കഴിഞ്ഞു, നീ അച്ഛൻ്റെ അസ്ഥിയും പിടിച്ച് പിതൃകർമ്മം പറഞ്ഞിരിക്കുന്നു. നീ ഇവിടുന്ന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ചോറ് കിട്ടുമായിരുന്നെങ്കിൽ എന്നാൽ ദൂരത്ത് പോയ ഒരാൾക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുത്താൽ പോരെ. യാതൊരു യുക്തിയും ഇല്ല. നീ ഇതൊക്കെ വിഡ്ഢിത്തരമാണ് രാമ ചെയ്യുന്നത്. പോയി നീ രാജ്യം പിടിച്ചെടുത്തിട്ട് സന്തോഷിക്കുക. ഒരുപാട് ദാസിമാരൊക്കെ ഉള്ള കൊട്ടാരം അത്. നീ പോയി സന്തോഷിക്കുന്ന രാമനോട് അദ്ദേഹത്തിൻ്റെ മന്ത്രി തന്നെ പറയണം. അപ്പം രാമനൊന്ന് സ്തബ്ധിച്ചതിന് ശേഷം രാമൻ തിരിച്ചു പറയണം മനോഹരമായിട്ട്, ജാബിലി നീ പറയുന്നത് എനിക്കറിയാം, എനിക്ക് നല്ലത് വരാൻ വേണ്ടിയാണ് നീ പറയുന്നത്, പക്ഷെ പറഞ്ഞതൊന്നും ഒരു യുക്തിയുമില്ല. അപ്പം അദ്ദേഹം തിരിച്ചു വെക്കണം, എന്ത് യുക്തി? എനിക്ക് കാണാത്തതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അപ്പം അതിൽ രാമൻ തിരിച്ചു പറയേണ്ട, കാണുന്നത് മാത്രം വിശ്വസിക്കാനാണ് പിന്നെ യുക്തി വേണോ? അതിന് യുക്തിയുടെ ആവശ്യം. യുക്തി വേണ്ടത് കാണാത്ത സാധനങ്ങളെ പറ്റി അറിയാൻ വേണ്ടിയാണ് യുക്തി. അങ്ങനെയുള്ള ചെറിയ ചെറിയ കഥാപാത്രം, അദ്ദേഹമൊക്കെ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം വന്ന് പ്രത്യക്ഷപ്പെട്ടു പോകുന്ന ഒരു രൂപമാണ് മഹർഷി. അതേപോലെ ഒരുപാട് രാക്ഷസന്മാർ, മാരീചനെ ഞാൻ നേരത്തെ പറഞ്ഞു, രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് രാവണനോട് പറയുന്നത്, രാമനെ വിശേഷിപ്പിക്കുന്നത് മാരീചനാണ് ആദ്യമായിട്ട്. രാവണനോട് സീതയെ കട്ടുകൊണ്ടുവരണമെന്ന് പറയുന്ന ഒരു രാക്ഷസനാണ് അകമ്പനൻ. ഇങ്ങനെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ അങ്ങനെ വന്ന് കണക്ട് ചെയ്ത് മനോഹരമായിട്ടൊരു സൃഷ്ടി, അതും ആദി കാവ്യം അന്നത്തെ കാലത്തുണ്ടായത്. രാമായണത്തിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്നറിയോ? രാമായണം തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, മഹർഷി ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ ക്രൗഞ്ചപക്ഷികളെ കണ്ടു. അത് നാരദ മഹർഷി വന്ന് കഥ പറയുന്നു. ക്രൗഞ്ചപക്ഷികളെ കണ്ടപ്പോൾ മാനുഷാദ പ്രതിഷ്ഠാർത്ഥം എന്നുള്ള ശ്ലോകം മനസ്സിൽ വരുന്നു. അപ്പം വാൽമീകി മഹർഷി ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കുക, എന്താ ഇങ്ങനെ ഒരു ശ്ലോകം മനസ്സിൽ വരാൻ കാരണം? ഞാൻ ഇതുവരെ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു ശ്ലോകം എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. അപ്പം അതിങ്ങനെ മനസ്സിൽ ഉടക്കി നിൽക്കുന്നു. ഒപ്പം ആ പക്ഷി വീണ് കിടന്ന സങ്കടവും, ക്രൗഞ്ചപക്ഷി ഇണപ്പക്ഷി കരയുന്ന സങ്കടവും മനസ്സിലിങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് നാരദ മഹർഷി വരുന്നത്. നാരദ മഹർഷി വന്നിട്ട് നാരദ മഹർഷിയോട് വാൽമീകി മഹർഷി ചോദിക്കുകയാണ്, സൽഗുണങ്ങളും 7 ഗുണങ്ങൾ, എല്ലാ ഗുണങ്ങളും തികഞ്ഞൊരു പുരുഷൻ അന്ന് ആ ലോകത്തുണ്ടോ എന്നാണ് വാൽമീകി മഹർഷി നാരദ മഹർഷിയോട് ചോദിക്കുന്നത്. വാൽമീകി മഹർഷി പറയും, ഉണ്ടല്ലോ, രാമൻ ഒരു ദശരഥ പുത്രൻ, ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാമൻ. എന്നിട്ട് അദ്ദേഹം വാൽമീകി മഹർഷി പറയുന്ന, നാരദ മഹർഷി പറയുന്ന 7 ഗുണങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഗുണം എന്താ അറിയോ? ഏറ്റവും ആദ്യത്തെ അല്ല, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഗുണം കൃതജ്ഞാവാൻ, കൃതജ്ഞത ഉണ്ടാവണമെന്നാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്നാണ്. നമ്മൾക്ക് ഏറ്റവും ഇന്നില്ലാത്തതും ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ഭഗവാനോട്, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമുള്ള ആളാണെങ്കിൽ ഭഗവാനോട്, ഈശ്വര വിശ്വാസമില്ലാത്ത ആളാണെങ്കിൽ യൂണിവേഴ്സിനോട് പറയാം, താങ്ക് യു, എനിക്ക് ഇന്നൊരു പ്രഭാതം കിട്ടി. പല ആൾക്കാരും ഇന്ന് എഴുന്നേറ്റില്ല, അവരൊക്കെ പലരും മരിച്ചു പോയി കഴിഞ്ഞു. അപ്പം എനിക്ക് ഇന്നൊരു നല്ല ദിവസം കിട്ടി, ഒരു നല്ല ദിവസം ഉണ്ടായി, എനിക്ക് നല്ല താമസിക്കാൻ നല്ല വീട്, എനിക്ക് നല്ല ജോലി, എനിക്ക് നല്ല കുടുംബം, എനിക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തന്ന കർഷകനോട്, എന്നെ ഇവിടുന്ന് അവിടം വരെ എത്തിക്കുന്ന ബസ് ഓടിക്കുന്ന ആളോട് മനസ്സിലെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞാവാൻ എന്നുള്ളതാണ് രാമായണത്തിലെ വാൽമീകി മഹർഷി പ്രാധാന്യത്തോടു കൂടി രാമൻ്റെ ഗുണങ്ങളിൽ ഒന്ന്. ഏത് രാമൻ്റെ? വിഗ്രഹവാൻ ധർമ്മത്തിൻ്റെ വിഗ്രഹവാനായിട്ടുള്ള രാമൻ്റെ ഗുണങ്ങളിൽ പ്രബലമായിട്ട് ഏറ്റവും പ്രാധാന്യത്തോടെ കൂടി പറയുന്നു കൃതജ്ഞാവാൻ. അതേപോലെ തന്നെ രാവണന്റെ ഗുണങ്ങളിൽ ഏറ്റവും മോശമായിട്ട് പറയുന്നുണ്ട്. രാവണന്റെ ദോഷങ്ങൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ വാൽമീകി മഹർഷി അതിൽ വിശേഷിപ്പിക്കുന്നുണ്ട്, ദാനം ചെയ്യാത്തവൻ. ഫസ്റ്റ് പറയുന്ന പോയിന്റാണ് ദാനം ചെയ്യാത്തവൻ. രാവണൻ ഉണ്ടായ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ബ്രഹ്മാവിൻ്റെ മകന്റെ മകനാണ് രാവണൻ, മകന്റെ മകനാണ് രാവണൻ. പുലസ്ത്യ മഹർഷിയുടെ മകന്റെ മകനാണ് രാവണൻ. വിശ്രവണന്റെ മകനാണ് രാവണൻ. ബ്രാഹ്മണനാണ് രാവണൻ. അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത വിദ്യകളില്ല. അദ്ദേഹത്തിന് വൈദ്യം അറിയാം, ആയുർവേദം നന്നായിട്ടറിയാം, ജ്യോതിഷം അറിയാം, വേദം മുഴുവൻ അറിയാം, സംഗീതം അറിയാം,
ശിവതാണ്ഡവ സ്തോത്രമൊക്കെ നമ്മൾ ഇന്നും ചൊല്ലി നടക്കുന്നത് രാവണൻ എഴുതിയെന്നാണ് വിശ്വാസം. അങ്ങനെ രാവണൻ അറിഞ്ഞുകൂടാത്ത ഒന്നുമില്ല. അത്ര വലിയൊരു ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ മകനായി ജനിച്ച രാവണൻ അറിഞ്ഞുകൂടാത്ത ഒന്നുമില്ല. രാമനേക്കാൾ വേദാന്തിയാണ് ഒരുപക്ഷെ രാവണൻ. എന്നിട്ടും രാവണന് എന്തുകൊണ്ട് ജയം ഉണ്ടായില്ല എന്നുള്ളതിന് രാമായണത്തിൽ പറയുന്നതിൻ്റെ ഉത്തരം അധർമ്മിയായിരുന്നു എന്നുള്ളതാണ്. ആ അധർമ്മിയുടെ ഏറ്റവും നീചനായിട്ടുള്ള ഒരു അധർമ്മിയുടെ ഏറ്റവും മോശം ലക്ഷണങ്ങളിൽ ആദ്യം പറയാണ് ദാനശീലമില്ല. ഞാൻ ഈ വാക്ക് ചില കൃതജ്ഞാവാൻ ദാനശീലം എന്നൊക്കെ പറയാൻ കാരണം ഇതൊക്കെ നമ്മളോട് ചോദിക്കുക. എനിക്ക് കൃതജ്ഞതയുണ്ടോ? ഞാൻ ദാനശീലനാണോ? ഇതൊന്നും നമ്മൾ രാവണൻ അങ്ങനെയായുണ്ടല്ലോ, അവനത് കിട്ടണം. രാമനൊക്കെ നമ്മളിലുണ്ട്. രാമനും രാവണനൊക്കെ ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. രാമനെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ, രാവണനെ വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ സീതാപഹരണം പോലെ രാവണൻ നമ്മളിലേക്ക് കയറി വരും. അത് മാനസികമായിട്ടും വരാം, ശാരീരികമായിട്ടും വരാം. ഒരുപാട് രാവണന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. രാവണനെ മനസ്സിലാക്കണമെങ്കിൽ, രാമനെ മനസ്സിലാക്കണമെങ്കിൽ ധർമ്മം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ദാനം ചെയ്യാനുള്ള ശീലം ഒരു ഉദാഹരണത്തിൽ മാത്രം പറഞ്ഞു നോക്കുക. ഇതൊക്കെ നമ്മളോട് ചോദിച്ച് ഞാൻ ഇതൊക്കെ ചെറിയ രീതിയിലെങ്കിലും എനിക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ കേവലം രാമായണ പാരായണം നടത്തിയത് കൊണ്ടോ വാൽമീകി രാമായണത്തിലെ രാവണൻ പഠിച്ചതുപോലെ കുറേ വേദങ്ങളും രാമായണവും ഉപനിഷത്തുകളും പഠിച്ചതുകൊണ്ടോ ആയില്ല. അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നതിൽ മാത്രമാണ് ധർമ്മം നിലനിൽക്കുന്നുള്ളൂ എന്നർത്ഥം. ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ രാമായണത്തെ പോലെ ഇത്ര വിശിഷ്ടമായ ഒരു ഗ്രന്ഥമില്ല. ഞാൻ കുട്ടികളോട് ക്ലാസ്സിൽ അവിടെ ബാംഗ്ലൂർ എടുക്കുമ്പോൾ കുട്ടികളോട് ചോദിക്കും, എന്താ എൻ്റെ പേര് എന്ന് പറയാം. അപ്പോൾ കുട്ടികൾ പറയും, ഞാൻ നിങ്ങളുടെ പേര് ബിനു പത്മം. ശരി, എന്നാൽ ഇതെന്താണ്? അത് നിങ്ങളുടെ കൈ. അതെ, ഇത് എൻ്റെ കൈ, ഇത് എൻ്റെ തല, ഇതെൻ്റെ കാല്, ഇതെൻ്റെ മൂക്ക്. ഞാനെവിടെ? ബിനു പത്മം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ വളരെ സംശയം. ഇതെൻ്റെ കൈ, ഇതെൻ്റെ കാല്, ഇത് ബിനുവിൻ്റെ കാല്, ഇത് ബിനുവിൻ്റെ ശരീരമാണ്. ബിനു എവിടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ കുട്ടിക്ക് സംശയം. അപ്പോൾ ബിനു അല്ലേ ബിനുവിൻ്റെ ശരീരം? ഇപ്പം ഞാൻ ഈ നിപ്പിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ശ്വാസം നിന്ന് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആൾക്കാർ പറയും, ബിനുവിൻ്റെ ബോഡി എടുത്ത് കിടത്തുട്ടോ, അവിടെ ബിനു പോയി. അതുവരെ ശിവമായിരുന്ന ഞാൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ശവമായിട്ട് മാറിപ്പോയി. ഞാൻ ആര് എന്നറിയാൻ വേണ്ടി. നമ്മളിത് വലിയ വായിൽ ഒരുപാട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രഭാഷണം നടത്തലോ ഉപദേശങ്ങളൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളിലൂടെയും നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ എങ്ങനെ ഇതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളതാണ്. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഇതൊക്കെ വെറും ഒരു ആയാസമായിട്ടുള്ളൊരു കാര്യക്രമമായിട്ട് നടന്നു പോകും. അധര വ്യായാമം എന്ന് നമ്മൾ പറയുമ്പോൾ സംസ്കൃതത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് ആയിപ്പോകരുത്. ഓരോ പരിപാടികളും, ഓരോ പ്രഭാഷണ പരിപാടികളിലായാലും, ഓരോ പാരായണ സദസ്സിലായാലും എനിക്കെന്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നു, അത് ഉൾക്കൊണ്ടുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് എന്ത് കൊടുക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. സൊസൈറ്റിയെക്കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റുന്നവർ ആലോചിക്കാം. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, എനിക്ക് സമാധാനം ഇല്ലെങ്കിൽ ഈ ലോകത്തിന് സമാധാനം ഇല്ല. സ്വാമി വിവേകാനന്ദ സ്വാമി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, ദ ചേഞ്ച് ഹാസ് ടു കം ഫ്രം വിത്തിൻ. എന്നിൽ മാറ്റം ഉണ്ടാക്കാൻ എനിക്കായില്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തിന് മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ എൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവുക? എനിക്ക് സമാധാനം ഇല്ലയെന്ന് വിചാരിക്കാം. ഞാൻ പ്രശ്നക്കാരനാണ്, എൻ്റെ വീട്ടിലെപ്പോഴും ബഹളമായിരിക്കും. ബഹളമുള്ള വീടുകൾ എന്ന് പറഞ്ഞാൽ ആ സൊസൈറ്റി ബഹളമുള്ളതാണ്, ഒരിക്കലും ഒന്നുമില്ല. ബഹളമുള്ള സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബഹളമുള്ള ഭാരതമാണ്, സമാധാനമില്ലാത്ത ഭാരതമാണ്, സമാധാനമില്ലാത്ത ലോകമാണ്. സമാധാനം ഉണ്ടാവാൻ, ഈ ലോകത്ത് സമാധാനം ഉണ്ടാകാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എനിക്ക് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾ പീസ്ഫുള്ളാണോ? നിങ്ങളിൽ മാറ്റം ഉണ്ടായോ? നമ്മുടെ ഈ വലിയ ശാസ്ത്രം, ഒരു വലിയ ശാസ്ത്രത്തിൻ്റെ ഒരു വലിയ നിഘണ്ടു, എന്താ പറയുക, നമുക്കൊരു വലിയ കലക്ഷൻ ശേഖരം തന്നെ ഭാരതത്തിലുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയോ? ആ വേദങ്ങളെ ഏറ്റവും ലളിതമായി മനോഹരമായിട്ട് നമുക്ക് വാൽമീകി രാമായണം എന്ന ആദി കാവ്യത്തിലൂടെ നമുക്ക് രാമനിലൂടെ വേദം അവതരിപ്പിക്കും. ഇതിഹാസ പുരാണേഭ്യാം വേദം സമുബ്രഹ്മേ എന്നാ പറയുന്നത്. ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഇതിഹാസത്തിൻ്റെ ആവശ്യം. നമ്മളിലേക്ക് എത്താൻ നമുക്ക് കഴിയണം. നമ്മൾക്ക് കിട്ടുന്ന വേദങ്ങൾ, നമുക്ക് കിട്ടുന്ന അറിവ് ചെറുതാണെങ്കിലും ശരി,
ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് ഒരു പക്ഷേ ഇതിൻ്റെ തുടക്കം കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ഞാനത് എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ? എൻ്റെ അമ്മ എനിക്ക് മുലപ്പാൽ തരുമ്പോൾ, സ്വാമിജി എപ്പോഴും പറയുന്നൊരു വാക്കാണ്, അമ്മ മുലപ്പാൽ തരുമ്പോൾ നമ്മൾക്ക് സംസ്കാരവും കൂടെ തന്നു. അമ്മയെ മുലപ്പാലിലൂടെ തന്നത് വെറും പാല് മാത്രം ആയിരുന്നില്ല, ഒരു ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു പരമ്പരയാണ്. കാഷായ വസ്ത്രം ധരിച്ചിരുന്ന ഭഗവത് ധ്വജമുണ്ടായിരുന്ന ഒരു വലിയ പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയത്. എനിക്ക് എങ്ങനെ ഇതിലേക്ക് വന്നു എന്നെനിക്കറിയില്ല, പക്ഷെ എവിടുന്നോ ഞാനും ഇതിൻ്റെ ഭാഗമായി, ഭാഗ്യം എന്നുള്ളൊരു നിയോഗം പോലെ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജനിക്കാൻ എനിക്കും പറ്റി. ക്ഷേത്രങ്ങളൊക്കെയുള്ള ഒരു സമൂഹത്തിൽ ജനിക്കാൻ എനിക്കും പറ്റിയത് കൊണ്ട് അതൊക്കെ അറിയാനുള്ള ഭാഗ്യം നമുക്കുണ്ടായ ഭാഗ്യം. ഇപ്പം നമുക്കൊക്കെ ആ ഭാഗ്യമുണ്ട്. നമുക്കൊക്കെ വേദത്തെ അറിയാനും രാമായണത്തെ മനസ്സിലാക്കാനും ശ്രീരാമനെ അറിയാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളറിഞ്ഞാൽ മതിയോ? അടുത്ത ജനറേഷനിലേക്ക് അത് കൊടുത്തില്ല എങ്കിൽ രാവണന്മാർ നിറയുമെവിടെ? നമ്മളറിഞ്ഞില്ല എങ്കിൽ, നമ്മുടെ മക്കൾക്ക് രാമനെയും രാവണനെയും മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിൽ, നമ്മുടെ മക്കൾക്ക് ശ്രീകൃഷ്ണനെയും പൂതനെയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, അമ്മയുടെ വേഷം ധരിച്ച ഒരുപാട് പൂതനമാർ വരും. രാവണൻ സീതയെ അപഹരിക്കാൻ വന്നതുമാതിരി രാവണൻ വരും. നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കാനുള്ള ശ്രമം ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മുടെ വീടുകളിൽ നടക്കണം, എൻ്റെ കുടുംബത്തിൽ നടക്കണം. രാമായണ പാരായണം കൊണ്ടും വീടുകളിൽ രാമായണ പാരായണം ചെയ്യുന്നതിൻ്റെയും ഉദ്ദേശവും ലക്ഷ്യവും അതാണ്. നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം എങ്കിൽ പഞ്ചമഹായജ്ഞത്തിലെ ആദ്യത്തെ വാക്ക് അധ്യാപനം ബ്രഹ്മയജ്ഞം എന്നാണ്. അധ്യാപനം ബ്രഹ്മയജ്ഞം എന്നാണ്. ബ്രഹ്മയജ്ഞം നമ്മൾ നിത്യം ചെയ്യേണ്ട 5 കർമ്മങ്ങൾ പറയുന്നത്. 5 കർമ്മങ്ങളാണ് നിത്യകർമ്മങ്ങൾ. പഞ്ചമഹായജ്ഞം എന്ന് പറഞ്ഞാൽ 5 കർമ്മങ്ങൾ. അതിൽ ആദ്യം പറയുന്നത് അധ്യാപനം എന്നാണ്. അധ്യാപനം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക. ടീച്ചർ എന്നുള്ള അർത്ഥത്തിലല്ല, പഠിപ്പിക്കുക. എന്ത് പഠിപ്പിക്കാൻ? അധ്യാപനം ചെയ്യണം. ബ്രഹ്മയജ്ഞം, അതാണ് ബ്രഹ്മയജ്ഞമാണ് ആദ്യത്തെ യജ്ഞമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അധ്യാപനം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ശാസ്ത്രങ്ങളെ അടുത്ത തലമുറയ്ക്ക് കൈമാറണം. അടുത്ത തലമുറയ്ക്ക് കൈമാറാനുള്ള ജ്ഞാനം നമുക്കില്ലെങ്കിൽ അതവിടെ കട്ടായി. അപ്പം അത് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമ്മളിലേക്ക് ലഭിക്കുന്നു. ഞാൻ എന്നിലേക്ക് ലഭിക്കുന്നു, ഞാനത് എൻ്റെ മക്കളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തില്ല എങ്കിൽ അതിനൊരു തടസ്സം ഉണ്ടാകുന്നു. ഈ സന്തതി പരമ്പര കോടാനുകോടി വർഷങ്ങളായിട്ട് പരമ്പരയായി ഒലിച്ചു വന്ന ഈ ഗംഗാപ്രവാഹം നമ്മളായിട്ട് തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് രാമായണത്തിൻ്റെ സന്ദേശം, രാമായണത്തിൻ്റെ ലക്ഷ്യം. രാമൻ ഏറ്റവും സങ്കടത്തോടു കൂടി ജീവിച്ച് കാണിച്ചത് മുഴുവൻ അതാണ്. കർമ്മഫലത്തെക്കുറിച്ചൊക്കെ രാമായണത്തിൽ മനോഹരമായിട്ട് പറയുന്നുണ്ട്. വാൽമീകി രാമായണത്തിൽ രാമൻ എന്തുകൊണ്ട് ഇങ്ങനെ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതിനൊക്കെ കഥ പറയുന്നുണ്ട്. മുൻകാലങ്ങളിലെപ്പോൾ മഹാവിഷ്ണു ഈ ദേവാസുര യുദ്ധം നടന്നപ്പോൾ അസുരന്മാരെ ഭൃഗുമഹർഷിയുടെ പത്നി സംരക്ഷിക്കുന്നുണ്ട്. അപ്പം മഹാവിഷ്ണുവിന് അറിയില്ലായിരുന്നു അത് ഭൃഗുമഹർഷിയുടെ പത്നിയാണ്. മഹാവിഷ്ണു എന്ത് ചെയ്യും? ദേവേന്ദ്രൻ്റെ അഭ്യർത്ഥന പ്രകാരം മഹാവിഷ്ണു സുദർശന ചക്രം അയച്ച് ഭൃഗുപത്നിയെ കൊല്ലുക, സ്ത്രീ ഹത്യ നടത്തുകയാണ്. അപ്പോൾ ഭൃഗുമഹർഷി ശപിക്കുകയാണ്, മഹാവിഷ്ണുവിനെ ശപിക്കുകയാണ് ഭൃഗുമഹർഷി. ഭാര്യാവിരഹം എന്താണെന്ന് നിനക്കറിയില്ല, അത് നീ അറിയണമെങ്കിൽ ജന്മത്തിൽ മനുഷ്യനായി ജനിച്ചിട്ട് നീ അത് അനുഭവിക്കുമെന്ന് പറയുകയാണ്. കർമ്മഫലം ഒരുപാട് രാമായണത്തിൽ അങ്ങോളം ഇങ്ങോളം കർമ്മം എന്താണെന്നും കർമ്മഫലം എന്താണെന്നും പറയുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് കഥ കേൾക്കുമ്പോൾ, രാമായണത്തിലെ ഓരോ ചെറിയ ചെറിയ ഉപകഥകളും കേൾക്കുമ്പോഴൊക്കെ നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയത് എന്തിനായിരിക്കും ഇതിങ്ങനെ പറയണം? ഇതെന്തിനാ? ഞാൻ ഈ കഥ കേട്ടോണ്ട് എനിക്കിപ്പോൾ എന്താ, രാവണൻ്റെ കഥ കേട്ടോണ്ടപ്പോൾ എനിക്കിപ്പോൾ എന്താ കാര്യം, മാരീചൻ്റെ കഥ കേട്ടോണ്ട് എനിക്കിപ്പോൾ എന്താ കാര്യം എന്നുള്ളതാണ് എന്ന് ചിന്തിക്കുന്നതാണ് യുക്തി. വാൽമീകി രാമായണം നമ്മളെ പൂർണ്ണമായിട്ടൊരു യുക്തി ഉണ്ടാക്കുന്ന, യുക്തിവാദിയായിട്ട് അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്നു. അതിലൂടെ നമുക്ക് ആത്മീയമായിട്ട് ഉയരുന്നതിലൂടെ ആധ്യാത്മികതയുടെ ആ രസം ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ട രാമായണത്തിലെ ഏറ്റവും ഇന്നത്തെ ആനുകാലികമായ പ്രസക്തി. ഒരിക്കലും ഒരു കുടുംബം എങ്ങനെയാവണം എന്നുള്ളതിൻ്റെ ഏറ്റവും മനോഹരമായൊരു അവതരണമാണ് രാമായണം. ദശരഥൻ എന്ന പ്രാഗൽഭ്യമുള്ള ഒരു വലിയൊരു ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച രാജാവ്, അദ്ദേഹത്തിന് പറ്റുന്ന അപജയങ്ങൾ, അദ്ദേഹത്തിന് പറ്റുന്ന മിസ്റ്റേക്കുകൾ, അദ്ദേഹത്തിൻ്റെ 3 പത്നിമാർ തമ്മിൽ ആ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, കൈകേയിയുടെ
വ്യത്യസ്ത ഭാവങ്ങൾ, മന്ദര വരുന്നത്, ശൂർപ്പണക വരുന്നത്, മാരീചൻ വരുന്നത്, താടക എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അങ്ങനെ ഓരോ കഥയും ഓരോ 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 മണികളാണ്. എല്ലാത്തിനും ഒറ്റ കാര്യമുള്ളൂ, നമ്മളിതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. നമ്മളത് ഉൾക്കൊള്ളാത്തടത്തോളം കാലം ഇതിനൊന്നും ഒരു ധർമ്മമില്ല, കഥ മാത്രമാണ്. നമ്മളത് ഉൾക്കൊള്ളുമ്പോഴേ അതിന് ധർമ്മമുള്ളൂ എന്നാണ്. മന്ദരയെ മനസ്സിലാക്കുമ്പോൾ ധർമ്മമുണ്ട്. എന്താണ് ധർമ്മം അധർമ്മം? കൈകേയിയെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദശരഥൻ ചെയ്ത തെറ്റുകൾ എന്തായിരുന്നു, കൈകേയി എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു, കൈകേയിക്ക് ആ പുത്രനോടുള്ള വാത്സല്യം, ഭരതൻ തിരിച്ചടിക്കുമ്പോഴുള്ള കൈകേയിയുടെ സങ്കടം, മകന് വേണ്ടി എല്ലാം ഭർത്താവിനെയും സ്വന്തമായിട്ടെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് കൈകേയി ഫൈറ്റ് ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത് എല്ലാവരുമായിട്ട്. എന്നാൽ ഭരതൻ വന്നിട്ട് അത് മുഴുവൻ, മകൻ വന്നിട്ട് അത് മുഴുവൻ തട്ടി, എനിക്കിതൊന്നും വേണ്ട, നിങ്ങളെ കാണുമ്പോൾ എനിക്ക് കൊല്ലാനാ തോന്നുന്നതെന്ന് സ്വന്തം അമ്മയോട് പറയുന്നു ഭരതൻ. അധർമ്മവും ധർമ്മവും തമ്മിലുള്ള ആ ഒരു മനോഹരമായ അവതരണമാണ് ഓരോ കഥാപാത്രത്തിലും രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചിന്തിച്ചു നോക്കിയാൽ അതിമനോഹരമാണ് രാമായണത്തിൻ്റെ ഒരു സ്വാധീനം. രാമായണത്തിന് സ്വാധീനം ഇല്ലാത്ത ഒരു മേഖലയില്ല ഈ ലോകത്ത്, ഭാരതത്തിൽ പ്രത്യേകിച്ച് ഒരു മേഖലയില്ല. സംഗീതത്തിൻ്റെ ഭാഗം ചെന്നിച്ചാൽ രാമനില്ലാത്തൊരു ഭാഗമില്ല. എത്ര തരം രാമായണം തന്നെയുണ്ട്. രാമായണം തന്നെയോ ഒരുപാട്. വാൽമീകി രാമായണമാണ് അടിസ്ഥാനമെങ്കിലും ഒരുപാട് തരം രാമായണങ്ങളാണ്. നോർത്ത് ഭാഗങ്ങൾ, നമ്മുടെ ഭാഗങ്ങളിലൊക്കെ അധ്യാത്മ രാമായണത്തിനാണ് കൂടുതൽ പ്രസക്തി. അധ്യാത്മരാമായണം മലയാളീകരിച്ചിട്ടുള്ള അധ്യാത്മരാമായണം കിളിപ്പാട്ടുമാണ് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. നോർത്ത് ഭാഗത്ത് രാമചരിത മാനസമാണ് പ്രസക്തമായിട്ടുള്ളത്. ഓരോ മേഖലയിലും ഓരോ തരത്തിലുള്ള രാമനുണ്ട് എന്നുള്ളതാണ് സത്യം. എൻ്റെ രാമൻ എൻ്റെ രാമനാണ്, നിങ്ങളുടെ രാമൻ നിങ്ങളുടെ രാമനാണ്. ആ രാമനിലെ ധർമ്മം എന്നിലേക്ക് ആവാഹിക്കുമ്പോൾ, ഞാനും രാമൻ്റെ സ്വഭാവം കാണിക്കുമ്പോഴേ എൻ്റെ വീട്ടിലും സമാധാനം ഉണ്ടാവുള്ളൂ. രാമനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നതിലൂടെ, ആസ്വദിക്കുന്നതിലൂടെ. രാമായണം ഒരു വലിയ സാഗരമാണ്. അതിൽ വെറുതെ വന്ന് നോക്കിയത് കൊണ്ട് കാര്യമില്ല എന്ന് വാൽമീകി മഹർഷി എന്ന് പറയുന്നത്. വാൽമീകി രാമായണം എന്നുള്ളത് ഒരു വലിയ സാഗരമാണ്. അതിൽ ഡീപ്പായിട്ട് ആഴത്തിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ ആസ്വദിക്കാൻ കഴിയുക എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നു. വളരെ ലളിതമായിട്ടുള്ള ചെറിയ ചെറിയ കഥകളിലൂടെ ഈ വേദത്തെ നമുക്ക് നമ്മളിലേക്ക് ഉൾക്കൊള്ളാൻ, നമ്മളിലേക്ക് മനസ്സിലാക്കി തരാൻ വാൽമീകി മഹർഷി ശ്രമിക്കുന്നു. വാൽമീകി ആരായിരുന്നു? കാട്ടാളൻ. നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാവരെയും കൊന്നു നടന്ന, കണ്ടവനെയൊക്കെ തട്ടി പറിച്ചു കൊണ്ട് നടന്ന വാൽമീകി മഹർഷി. അദ്ദേഹമാണ് ഒരു ചെറിയ പക്ഷിയെ കണ്ടപ്പോൾ സങ്കടത്തോടെ കരയുന്നത്. ആത്മീയമായിട്ടുള്ള ഉയർച്ചയാണ്. മറ്റൊരു വസ്തുവിൽ ഉണ്ടാവുന്ന സങ്കടങ്ങൾ, മറ്റൊരു വ്യക്തിയിലുണ്ടാവുന്ന വിഷമങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലൂടെ നമ്മൾ വളരുന്നു എന്നുള്ളതാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ആളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നതിലൂടെ ഞാൻ അയാളോടൊപ്പം, അല്ലെങ്കിൽ ഞാൻ വലിയൊരു ഉയർന്ന തലത്തിലേക്ക് വളരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ഓരോരുത്തരുമുള്ള നേച്ചറാണ്. പക്ഷേ പലരും നമ്മളതെന്ന് വെച്ചാൽ നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള പ്രാരാബ്ദങ്ങൾ കൊണ്ട് നമ്മൾ മാറി പോകുന്നു. സഹോദരന്മാർ തമ്മിൽ പോലും യുദ്ധം. ഭരതനെ ഒന്ന് നോക്കൂ, എല്ലാം ഉപേക്ഷിച്ച് പോയ ഭരതൻ. ഈ കാലഘട്ടത്തിൽ നോക്കൂ, ഞങ്ങളുടെ നാട്ടിലൊരു പാർട്ടീഷൻ ഉണ്ടായി. അച്ഛൻ ഒരുപാട് സ്വത്തൊക്കെയുള്ള ആളാണ്. അപ്പോൾ ഏട്ടനും അനിയന്മാർക്കുമായിട്ട് ആ സ്വത്ത് വിഭജിച്ചു കൊടുത്തു, ഭാഗിച്ചു കൊടുത്തു. ഇപ്പം ജോഗ്രഫിക്കലി ഒരാൾക്ക് ഏട്ടന് 2 സെൻറ്റ് അങ്ങനെ അധികം വന്നു, അനിയന് 2 സെൻറ്റ് കുറവ് വന്നു. ജോഗ്രഫിക്കലി അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ഒരുമിച്ച് നിന്നുകൊണ്ടിരുന്ന വളരെ സന്തോഷത്തോടെ ജീവിച്ച ആ കുടുംബത്തിൽ പിന്നെ ബോംബ് പൊട്ടി, സ്ഫോടനമാണ് നടന്നത്. പിന്നെ തർക്കമായി, ബഹളമായി. രാമായണ പാരായണമൊക്കെ ഉണ്ടായിരുന്ന വീടായിരുന്നു. അവിടെയുള്ള അങ്ങനെയുള്ള നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാം ഉണ്ടായിരുന്ന ഭരതൻ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് രാമന് വേണ്ടി, ഏട്ടന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥ. നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, തിരിച്ചറിയാനാവുന്നുണ്ട് എങ്കിൽ നമ്മൾ രാമനോടൊപ്പം ഉയർന്നു എന്നുള്ളതാണ് സത്യം. 14 വർഷം ഉറങ്ങാതെ ഇരുന്ന ലക്ഷ്മണൻ, ഇന്ദ്രജിത്തിനെ കൊന്നത് ലക്ഷ്മണനാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് അല്ലേ. ഇന്ദ്രജിത്തിനെ രാമന് കൊല്ലാൻ കഴിയില്ല. രാമനാൽ ഇന്ദ്രജിത്ത് വധിക്കപ്പെടില്ല. കാരണം ഇന്ദ്രജിത്തിന് ഒരു വരമുണ്ട്. 14 വർഷം ഉറങ്ങാതിരിക്കുന്ന ഒരാൾക്ക് ഇന്ദ്രജിത്തിനെ കൊല്ലാൻ കഴിയുന്നു. അതുകൊണ്ടാണ് ലക്ഷ്മണൻ കൊല്ലുന്നത്. 14 വർഷം ഏട്ടന് വേണ്ടി ഉറങ്ങാതിരുന്ന ഒരു അനിയൻ.
14 വർഷം എല്ലാം ഉണ്ടായിട്ടും ഉപേക്ഷിച്ച് ജീവിക്കുന്ന മറ്റൊരനിയൻ. ഇതാണ് രാമായണം. എല്ലാം ഉപേക്ഷിച്ചിട്ടും സീത എന്ന് പറഞ്ഞാൽ രാമന് പറയണ്ട, സീത ഇല്ലാതെ ഞാനില്ല, എനിക്ക് അയോധ്യ ഇല്ലെങ്കിലും സാരമില്ല, സീത ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രാമൻ ചാരന്മാരുടെ അഭിപ്രായം കേട്ടിട്ട്, രാജാക്കന്മാർ അങ്ങനെയാണ്, ചാരന്മാർ പറയുന്നതനുസരിച്ചാണ് രാജാക്കന്മാർ രാജഭരണം നടത്തുന്നത്. അതാണ് അവരുടെ ധർമ്മം. ചാരന്മാർ വന്ന് പറയുകയാണ് ഇങ്ങനെ അപവാദം ഉണ്ട് എന്ന് പറയുമ്പോൾ, എൻ്റെ എല്ലാമായിട്ടുള്ള, എൻ്റെ ജീവന് തുല്യമായിട്ടുള്ള, ജീവൻ തന്നെയായിട്ടുള്ള സീതാദേവിയെ ഉപേക്ഷിക്കേണ്ടി വരുന്ന രാജധർമ്മം. രാമന് വേണേ വേറെ കല്യാണം കഴിക്കായിരുന്നു, രാമനത് ചെയ്തില്ല. സ്വന്തം അച്ഛന് 3 ഭാര്യമാരുണ്ടായിരുന്നു, എന്നിട്ടും അദ്ദേഹം ചെയ്തില്ല. ദേഹാധർമ്മം അനുഷ്ഠിച്ചു. മാതൃകാപരമായിട്ട് ഈ ലോകത്തിനെ കാണിക്കാൻ വേണ്ടി രാമൻ എല്ലാ ദുഃഖങ്ങളും ഏറ്റെടുത്തു. ഒരു ദുഃഖങ്ങളുടെ ആകെ തുകയാണ് രാമായണമെന്ന മനോഹരമായ ഒരു ആദികാവ്യം, ധർമ്മം. അതിൽ നിന്ന് നമുക്കും എന്തെങ്കിലുമൊക്കെ ഉൾക്കൊണ്ട് അതിലൂടെ നമ്മൾക്കും വളരാൻ കഴിയുമെങ്കിൽ, എനിക്ക് ആ രാമായണത്തിൽ നിന്നും എനിക്കെന്ത് കിട്ടുന്നു എന്നുള്ളത് മാത്രം ആലോചിക്കുക. അതിലൂടെ നമുക്ക് സമൂഹത്തിലൂടെ പകരാൻ കഴിയുമോ എന്നുള്ള കാര്യം ആലോചിക്കുക. പുതിയ ജനറേഷനിലേക്ക്, പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. മറ്റു മതങ്ങളെയൊക്കെ നോക്കൂ, അന്ധവിശ്വാസങ്ങളുടെ കൊട്ടകൾ, പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ല എങ്കിലും അന്ധവിശ്വാസങ്ങളുടെ കൊട്ടകളാണ് മറ്റു മതങ്ങൾ മുഴുവൻ. എന്നിട്ട് എല്ലാവരും നമ്മളെ കുറ്റം പറയും, നമ്മുടെ മതമാണ്. എന്നാൽ അതിലവർ വളരെ ഐക്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി അവർക്ക് എല്ലാ സമൂഹത്തെയും ഒരുമിച്ച് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളിൽ മാത്രം, നമ്മുടെ സമൂഹത്തിൽ മാത്രം, യുവതലമുറയിലേക്ക് നമ്മുടെ ആധ്യാത്മിക കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്. രാമനെ, ഹനുമാനെ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ച് അവരിലേക്കെത്തി ആദർശ പുരുഷന്മാരാക്കി മാറ്റുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. രാമായണം ചൊല്ലുമ്പോൾ, രാമകഥ പറയുമ്പോൾ ഹനുമാനും എപ്പോഴും വന്നിരിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം. അദ്ദേഹം ഉണ്ടാവും ഇവിടെ നമ്മുടെ കൂടെ എന്ന് വിശ്വസിക്കുന്നു. ശ്രീ ഹനുമാനോട്, ശ്രീരാമചന്ദ്രനോട്, സീതാദേവിയോട്, ഈ നാടിൻ്റെ എല്ലാ ഉപദേവതകൾക്കും പ്രണാമർപ്പിച്ചുകൊണ്ട് ഈ രാമായണ സപര്യയ്ക്ക് തിയോസഫിക്കൽ സൊസൈറ്റി TS ആളുമാരിയുള്ള ഈ വലിയൊരു മഹാത്മാക്കളുടെ, ഒരുപാട് മഹാത്മാക്കൾ പ്രഭാഷണങ്ങളുടെ, സത്സംഗങ്ങളുടെ വേദിയായിട്ടുള്ള ഈ സദസ്സിൽ എനിക്കും സംസാരിക്കാനൊരു ഭാഗ്യം കിട്ടുന്നതിൽ 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഹരേ രാമ.